ഒരു ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഗൈസ്. മോഷണലായി കുട്ടി, മോഷണലായിട്ടോ. അപ്പൊ എന്റെ സർപ്രൈസ് തന്ന എന്റെ മുത്തുമണിക്ക് ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് നമുക്കിത്. ഞാൻ ജമ്പൻ, ഞാൻ തുമ്പൻ. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത്ഡേ ആയിട്ട് ഒരാൾക്ക് ഒരു iPhone 17 വാങ്ങിച്ചിരുന്നു സർപ്രൈസ് ആയിട്ടേ. അപ്പൊ അതിന്റെ ഒരു ജേണി ഉണ്ട്, വല്ലാത്തൊരു ജേണിയാണ്. ആ ജേണിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഷോർട്സിലും വീഡിയോയിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ എൻ്റെ ബർത്ത്ഡേ ഭയങ്കര ഒരു സർപ്രൈസ് ആയിട്ടുള്ള പല കാര്യങ്ങളും എൻ്റെ ബർത്ത്ഡേയിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് ഒന്നാണ് ഈ ഒരു ഐഫോൺ. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇങ്ങനെ വിഷ് ലിസ്റ്റിൽ ഇടില്ലേ, ആഡ് ടു കാർട്ടിൽ ഇടും. എന്നിട്ട് പക്ഷെ അത് വാങ്ങിക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് നല്ല ആഗ്രഹമുണ്ട്, അങ്ങനത്തെ ഒരു ഐറ്റം പോലെയാണത്. ഇത് ഞാൻ അങ്ങനെ ഫ്ലിപ്കാർട്ടിലൊന്നും ഇട്ടിട്ടില്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതേമാതിരി ഒന്നാണ്. അപ്പൊ ഞാനിത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. എനിക്കിങ്ങനെ എല്ലാവരുടെ പോലെ കണ്ടന്റ് ക്രിയേറ്റർ ആവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്തൊക്കെ ഒരു ബ്ലാങ്ക് ഉണ്ടായിരുന്നു, അത് എനിക്ക് കിട്ടി. അപ്പൊ അതൊരു വലിയൊരു നിമിഷമായിരിക്കും എല്ലാവർക്കും. പക്ഷെ അതിന്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് കോമഡി. അത് അച്ഛനും അറിയില്ല. അപ്പൊ എന്നത്തെയും പോലെ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യണം, ഐഫോൺ ഓർഡർ ചെയ്യണം. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഈ ഫോൺ എത്തുക, അറിയാലോ. 2-3 ദിവസം എടുക്കും. എനിക്കിത് 9 മിനിറ്റ് കൊണ്ട് എത്തി. ഓർഡർ ചെയ്തു, കൊച്ചിയിൽ നിന്ന് ഫ്രണ്ടാണ് ഓർഡർ ചെയ്തത്, കൂട്ടുകാരൻ ഓർഡർ ചെയ്തു. 9 മിനിറ്റ് കൊണ്ട് സാധനം എത്തി. ആലോചിച്ച് നോക്കി. അപ്പൊ ഞാനല്ല വാങ്ങിച്ചു വെച്ചത്. എന്റെ ബർത്ത്ഡേ 3-ാം തീയതിയാണ്. പക്ഷെ ഈ 3-ാം തീയതിക്ക് മുന്നേ തന്നെ ഇവർ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. സാധാരണ ഈ സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അപ്പൂന്റെ വർത്താനത്തിൽ നിന്ന് അല്ലെങ്കിൽ മുഖത്തിൽ നിന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും എന്തെങ്കിലും ഒരു ക്ലൂ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഇതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഫസ്റ്റ് ഇവര് തുടങ്ങുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ ഞാൻ ഈ ഒരു ഐഫോൺ കിട്ടിയതിന് ശേഷം ഇവർ ഓരോ സ്റ്റെപ്പുകളായിട്ട് പറയട്ടെ. ഇന്ന ദിവസം ഞങ്ങള് എന്തിനാന്നറിയോ പുറത്തു പോയത്. അതായത് പാപ്പനും അപ്പും കൂടെ പുറത്തു പോയി ഒരു ദിവസം. അതെന്ത് പറഞ്ഞിട്ട്, സ്കൂട്ടി വർക്ക്ഷോപ്പിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് സ്കൂട്ടി എടുത്തിട്ടില്ല കേട്ടോ, ഒരു കാറിൽ പോയി. അപ്പൊ ഞാൻ എന്താ സ്കൂട്ടി എടുക്കാണ്ട് പോയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് ഇന്ന് കൊടുക്കണമെന്നില്ല, ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ വേണ്ടിട്ട്. അന്നാണ് ഇവരുടെ പ്ലാനിങ് തുടങ്ങിയത്. അല്ല, അതിന് മുന്നേ തുടങ്ങി. അതെ, അപ്പൊ അത് മുന്നേ തുടങ്ങിയിട്ടുണ്ട്. മുന്നേ പ്ലാനിങ് തുടങ്ങിയിട്ടുണ്ട്. ഈ റിവ്യൂ നോക്കാനും ഏത് ഫോൺ എടുക്കണം, iPhone 15 എടുക്കണോ, 16 എടുക്കണോ, 17 എടുക്കണോ, അങ്ങനത്തെ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഐഫോൺ എന്ന് പറഞ്ഞ സംഭവം. ഞാൻ യൂസ് ചെയ്യില്ല, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കില്ലെന്ന് 100% ഉറപ്പാണ്. എനിക്ക് വേണ്ടിയിട്ടല്ല എടുത്തിട്ടുള്ളത്. ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്കിത് കിട്ടുമെന്ന് ഉറപ്പില്ല. കാരണം ഈ ഒരു ഫോണിനോട് അത്ര താല്പര്യം ഇല്ല. അപ്പൊ വേറൊരു ഫോൺ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമായിരിക്കും, ഇത് നാശായാലേ. പിന്നെ എന്റെ ഫോണ് പുതിയൊരു ഫോണാ, അതിന് കേട് അങ്ങനത്തെ ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ ഒരു പുതിയ ഫോൺ എനിക്ക് കിട്ടുമെന്ന് എനിക്കിപ്പോ ഒരു തീരെ ഒരു ക്ലൂ ഇല്ല. ക്ലൂ ഇല്ലാത്തടത്ത് ക്ലൂ ഇല്ലാതെ ക്ലൂ കൊടുക്കുന്നവരായിരിക്കണം യഥാർത്ഥ ക്ലൂ. അതൊരു വല്ലാത്ത ക്ലൂ ആയി പോയി. അപ്പോ ഇനിയുള്ള കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,